ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഹലോ എവരിവൺ, ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതോറിറ്റി ഈസ് ഓഫ് ഡാഷ് ടൈപ്സ്. ഓപ്ഷൻസ്: ലീഗൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള അതോറിറ്റി ഓരോന്നും എന്ന് പറയുന്നത് എന്താണ്? അതോറിറ്റിയുടെ വേരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് അതോറിറ്റിയാണ്. ഇപ്പോൾ ലീഗൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ ലീഗൽ അല്ലെങ്കിൽ ലോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലീഗൽ അതോറിറ്റി, അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ലോ അല്ലെങ്കിൽ റൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് ലീഗൽ അതോറിറ്റി. ഇനി കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിവോഷണൽ ലീഡേഴ്സ്, അതായത് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു അതോറിറ്റി അല്ലെ ആ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, അതിനെയാണ് നമ്മൾ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. കരിസ്മാറ്റിക് അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു അതോറിറ്റിയാണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നുകിൽ പാരമ്പര്യമായിട്ട് കിട്ടി വന്നത് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ അതോറിറ്റിയിൽ മെയിനായിട്ടും അവർക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ള അതിനുള്ള ആ ഒരു അതോറിറ്റിയാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ എന്തായിരിക്കും വരിക? അതോറിറ്റി. ഈ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പുകളും അതോറിറ്റിയുടെ വേരിയസ് ടൈപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫയോൾ അറ്റംപ്റ്റഡ് ടു ഡെവലപ്പ്. അപ്പോൾ ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹം മാനേജ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ് ഹെൻറി ഫയോൾ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്താണ് ഈ ഹെൻറി ഫയോളിനെ ബേസ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റുമാണ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ 14 പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏത് ലെവലിലാണെന്ന് ചോദിച്ചാൽ ഏത് ലെവലിലാണ്? അദ്ദേഹം ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിലാണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ ഉള്ള ആൾക്കാർ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ എഫക്റ്റീവായിട്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതാണ് 14 പ്രിൻസിപ്പിൾസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസും എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് അദ്ദേഹം എല്ലാ മേഖലയിലും, അതായത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ മേഖലയിലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഈ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 14 പ്രിൻസിപ്പിൾസും എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ്. യൂണിവേഴ്സൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ്.
അപ്പോൾ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക ആരായിരിക്കും? FW ടൈലർ എന്ന് പറഞ്ഞ ആളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് FW ടൈലറാണ്. അദ്ദേഹം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു തിയറിയാണ് പ്രൊഡക്ടിവിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനെ പല പല മെത്തേഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ് ആര്? FW ടൈലർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. യൂണിവേഴ്സൽ തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, അതുപോലെ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അലൈൻമെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇങ്ങനെ പോകുന്നു. അങ്ങനെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് മാനേജീരിയൽ ആക്ടിവിറ്റിയുടെ എല്ലാ ഏരിയാസും അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു കോയിൻഡ് ദ ടേം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ടേം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? അപ്പോൾ ഓപ്ഷൻസിൽ എൽട്ടൺ മയോ, ഹെൻറി ഫയോൾ, FW ടൈലർ, റെൻസിസ് ലൈക്കർട്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതാരാണ്? FW ടൈലറാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിട്ട് വരും? FW ടൈലറായിട്ട് വരും. അപ്പോൾ FW ടൈലറിനെയാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ റൂള് പ്രകാരം അല്ലെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു തിയറി പ്രകാരം അതിൽ 6 പ്രിൻസിപ്പിൾസാണ് ഉള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള തിയറികളിൽ ഒരെണ്ണമാണ് ഈ പറഞ്ഞ തിയറികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ, അതൊക്കെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത തിയറിയുടെ പാർട്ടാണ്. ഇനി FW ടൈലർ എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റഡി ചെയ്തത് ഏത് ലെവലിലാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോട്ടം മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് ഹെൻറി ഫയോളാണ്. അദ്ദേഹം ആ 14 പ്രിൻസിപ്പിൾസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി FW ടൈലർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയും. അപ്പോൾ ഓപ്പറേഷണൽ ലെവലിലാണ് എന്ത് ചെയ്തത്? FW ടൈലർ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ FW ടൈലറിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. FW ടൈലേഴ്സ് ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ് ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ് ഷോപ്പ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ബോത്ത് A and B, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ എന്താണ് ഷോപ്പ് മാനേജ്മെൻറ്റ്? ഷോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഫാക്ടറി ത്രൂ ഔട്ട്, ആ ഒരു ഇൻഡസ്ട്രിയിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ മാനേജറിയൽ ആക്ടിവിറ്റിയാണ് നമ്മൾ ഷോപ്പ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മാനേജറിയൽ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? FW ടൈലറാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ബോത്ത് A and B ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തിയറി ബേസ് ചെയ്തിട്ടാണ് എന്ത് ഈ പറഞ്ഞ പോലെ വേജസ് ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനിലാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വേജ് പ്ലാൻ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ആര്? FW ടൈലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് A and B ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെന്റ് വാസ് ഗിവൺ ബൈ ടൈലർ? ഓക്കെ, FW ടൈലർ എസ്റ്റാബ്ലിഷ് ചെയ്ത സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഓപ്ഷനിലുണ്ട്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ട്,
സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ FW ടൈലർ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ്. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർവിഷനാണ്. അപ്പോൾ അതും എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? FW ടൈലറാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ. ഈ പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ മെത്തേഡ് സ്റ്റഡി അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്രോസസ് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വർക്ക് സ്റ്റഡി. അപ്പോൾ വർക്ക് സ്റ്റഡിയിലാണ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡിയൊക്കെ വരുന്നത്. അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾ ആൻഡ് എക്യുപ്മെൻറ്റ്, സൂപ്പർവിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് നോട്ട് ഗിവൺ ബൈ ഫയോൾ? ഹെൻറി ഫയോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു കോമൺ ഇൻട്രസ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. അപ്പോൾ ഹെൻറി ഫയോൾ അല്ല സ്റ്റാൻഡർഡൈസേഷനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള തിയറി എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് FW ടൈലറാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങളും, അതായത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, അതുപോലെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു കോമൺ ഇൻട്രസ്റ്റ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾസിലുള്ളതാണ്. ആരുടെ? ഹെൻറി ഫയോളിൻ്റെ. പക്ഷേ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ മാത്രം ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്? FW ടൈലറാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സ്കേലാർ ചെയിൻ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് MBO, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓൾ ഓഫ് ദി എബോവ് ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസിൽ ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കേലാർ ചെയിൻ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെ റിലേറ്റഡ് ആയിട്ടൊക്കെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം FW ടൈലർ അല്ല പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഹെൻറി ഫയോൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ളതാണ് ഏത്? സ്കേലാർ ചെയിൻ, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഇതൊക്കെ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? FW ടൈലറാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓൾ ഓഫ് ദീസ് അല്ല, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂ ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ ആർ. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലുള്ള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഏത്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. കാരണം അതോറിറ്റി എന്ന് പറയുന്നത് അതോറിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ടോപ്പ് മാനേജ്മെൻറ്റ് പീപ്പിളിനായിരിക്കും അതോറിറ്റി ഏറ്റവും കൂടുതൽ. അവിടെ നിന്ന് താഴേക്ക് വരുന്തോറും, അതായത് ബോട്ടം ലെവലിലേക്ക് വരുന്തോറും അതോറിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതോറിറ്റിയുടെ ഫ്ലോ എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാലോ, ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ടു ഗിവ് കമാൻഡ് അല്ലെങ്കിൽ ടു ടേക്ക് ഡിസിഷൻസ് അല്ലെങ്കിൽ ടു ടേക്ക് ആക്ഷൻസ്, അതെല്ലാം എന്താണ്? അതോറിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ ടു ഗീവ് കമാൻഡാണ്. ഈ കമാൻഡിനെ ഒബേ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്, അല്ലെ 14 പ്രിൻസിപ്പിൾസിലുള്ളതാണ്. വർക്കിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഈ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് അവിടെ എന്താണ് ഈസി ആയിട്ട് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഗേവ് ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? ആരായിരിക്കും? ഹെൻറി ഫയോളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് സ്റ്റാഫ് ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ഹയറാർക്കിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പറയുമ്പോൾ അതിലൊരു ജനറൽ മാനേജർ, അതിന് താഴെ അസിസ്റ്റൻ്റ് മാനേജർ, അല്ല അങ്ങനെ പല ഒരു ഹയറാർക്കിയുണ്ട്. അതായത് ഈ അതോറിറ്റിയുടെ ഫ്ലോ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫ്ലോ ഇതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഇതിനൊരു ഹയറാർക്കി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹയറാർക്കി അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല ടൈപ്സ് ഉണ്ട്. ഓർഗനൈസേഷൻ്റെ ഈ ഒരു ഹയറാർക്കി പല ടൈപ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിനു മുമ്പ് ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടം, അതായത് അവിടെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സബോർഡിനേറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ മാനേജർ ഡിസിഷൻ എടുക്കുന്നു, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് താഴെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലൈൻ ഓർഗനൈസേഷൻ. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഈ മെയിനായിട്ടുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് പീപ്പിളിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? സബോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ മാനേജർ, അപ്പോൾ ജനറൽ മാനേജറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? ഒരു അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഉണ്ടാവും. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വൈസറി അല്ലെങ്കിൽ അഡ്വൈസറി ആക്ടിവിറ്റീസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോപ്പർ അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സജഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതൊക്കെയാണ് ഈ സ്റ്റാഫിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റോൾ ഓഫ് സ്റ്റാഫ് ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്വൈസറി ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. അഡ്വൈസറി, മാനേജീരിയൽ അല്ല. മാനേജീരിയൽ എന്ന് പറയുമ്പോൾ ഈ മാനേജീരിയൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് ആരായിരിക്കും? ആ മെയിനായിട്ടുള്ള മാനേജ്മെൻറ്റ് പേഴ്സൺ ആയിരിക്കും ചെയ്യുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ സ്റ്റാഫിൻ്റെ ഫങ്ഷൻ. ഒരിക്കലും സുപ്പീരിയർ ആക്ടിവിറ്റി അല്ല. സുപ്പീരിയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും ആരാണ് ചെയ്യുന്നത്? ഈ മെയിൻ മാനേജ്മെൻറ്റ് പീപ്പിൾ തന്നെയാണ് സുപ്പീരിയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കമാൻഡ് നമുക്ക് അതോറിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ അവിടെ ആരില്ല? ഈ ഒരു ഇപ്പോൾ ഇവിടെ ഒരു CEO എന്ന് പറയുന്ന ഒരാളിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്താൽ അത് ഡയറക്റ്റ് മാനേജേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ലൈൻ ഓർഗനൈസേഷൻ. അതിൽ തന്നെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അതിനെ എന്താണ് നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. പിന്നുള്ളൊരു ഓർഗനൈസേഷനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോസസ്സിനെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അതിനൊരു മാനേജർ ഉണ്ടാവും. അതുപോലെ തന്നെ സെയിൽസിന് വേണ്ടിയിട്ടൊരു സെയിൽസ് മാനേജർ. അപ്പോൾ സെയിൽസ് ആക്ടിവിറ്റീസ് അതൊക്കെ ചെയ്യുന്നത് ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പർച്ചേസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പർച്ചേസ് മാനേജർ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ടാസ്കുകളെ നമ്മൾ എന്ത് ചെയ്യും? വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും അതിൻ്റെ മാനേജീരിയൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇവർക്ക് മുകളിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ആ ഓവറോൾ ഓർഗനൈസേഷൻ്റെ മെയിൻ മാനേജർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ മാനേജർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാരാണ്? FW ടൈലർ ആണ്. അപ്പോൾ ടൈലർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷനെയും സെപ്പറേറ്റ്, അപ്പോൾ ഓരോ ഫങ്ഷണൽ മാനേജേഴ്സിനും താഴെ എന്തുണ്ടാവും? ഓരോ ഹയറാർക്കി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര ആൾക്കാരുണ്ട്. ഫൈനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട്, ടെക്നിക്കൽ അഡ്വൈസർ ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും എന്തില്ല, മാനേജീരിയൽ ആക്ടിവിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ അവർക്കില്ല. മാനേജീരിയൽ ആക്ടിവിറ്റി അവർ ചെയ്യുന്നില്ല, സുപ്പീരിയർ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല. മാനേജിംഗ് ഡയറക്ടറിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക, സജഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ അസിസ്റ്റൻസിൻ്റെ ഒക്കെ ഫങ്ഷൻ. ഓക്കെ. പിന്നുള്ളത് പ്രൊജക്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ പ്രൊജക്റ്റ് നമ്മളൊരു ഓർഗനൈസേഷൻ, ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വേരിയസ് പ്രോജക്ട്സ് വരും. അപ്പോൾ വേരിയസ് പ്രോജക്ട്സിനനുസരിച്ചിട്ട് ഇതിനകത്ത് നമ്മളിതിനെ സെപ്പറേറ്റ് ഇതിനകത്ത് തന്നെ, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് തന്നെ ഓരോ പർട്ടിക്കുലർ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റപ്പ് ആവുകയും പഴയ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ. അടുത്തൊരെണ്ണമാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. മെട്രിക്സ് ഓർഗനൈസേഷൻ ഈ പറഞ്ഞതുപോലെ എന്താണ്, അവിടെയും പ്രൊജക്റ്റ് ഓർഗനൈസേഷനും നമ്മളെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഏതെന്ന് പറയുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The dash principle, which is the inherent process in organization through which authority, the antecedent coordinative principle, permeates the entire organization structure. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കേലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതോറിറ്റിയുടെ ഫ്ലോ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ അതോറിറ്റി വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൊട്ട് മുകളിലുള്ള ഇപ്പോൾ ഒരു സൂപ്പർവൈസറിന് അറിയാം എവിടെ നിന്നാണ് ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജർ ആണ് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ. അപ്പോൾ അതോറിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കായിരിക്കും, ഏറ്റവും ടോപ്പിലുള്ള ആൾക്കായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ മാനേജർ ആണെന്ന് വരിക. അപ്പോൾ ജനറൽ മാനേജർ ആണെങ്കിൽ ജനറൽ മാനേജറിൻ്റെ ആ ഒരു കമാൻഡ് തൊട്ട് താഴെയുള്ള പ്രോജക്റ്റ് മാനേജേഴ്സിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മാനേജേഴ്സിലേക്ക് പോവുകയും അവരവിടെ നിന്ന് സൂപ്പർവൈസേഴ്സിന് ആ ഒരു കമാൻഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്ലോയാണ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഹറൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കേലാർ ചെയിൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്കേലാർ ഉണ്ട്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? അപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിന് പല ഡയറക്ഷൻസിൽ നിന്ന് കമാൻഡുകൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കാം? കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അതായത് അയാൾക്ക് കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രമേ അയാളെ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
നമ്മളുടെ ഗോളിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ട് മാനേജീരിയൽ ആക്ടിവിറ്റിയെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സ്കെലാർ ചെയിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ മെക്കാനിസം ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് ഇൻക്ലൂഡ്സ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? FW ടൈലർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബോവ് ആണ്. ഹൂ ഡെവലപ്ഡ് ദ ഫങ്ഷണൽ ഓർഗനൈസേഷൻ? ആരാണ്? ടൈലറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫങ്ഷണൽ ഓർഗനൈസേഷനെ ടൈലർ ഓർഗനൈസേഷൻ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വാസ് ഗിവൺ ബൈ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അതായത് സൂപ്പർവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഗിവൺ ബൈ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? FW ടൈലറാണ്. ടൈലറിൻ്റെ കോൺട്രിബ്യൂഷനാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവലിലാണ് അദ്ദേഹം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്യാങ് ബോസ് ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ എന്താണ് ഗ്യാങ് ബോസ്? ഗ്യാങ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ടും ഇത് FW ടൈലർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഓരോ ലീഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ലീഡേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുക, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഗ്യാങ് ബോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻസിൽ നോക്കിക്കേ. വർക്കിംഗ് റൂളുണ്ട്, സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് മെഷീൻസ് ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസ് ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് റൂൾ, അപ്പോൾ വർക്കിംഗ് റൂള് എന്ന് പറയുന്നതല്ല. അപ്പോൾ ഗ്യാങ് ബോസ് റിലേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളിനെയാണ് നമ്മൾ ഗ്യാങ് ബോസ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് അല്ലെങ്കിൽ ടൈം റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടൈം അത് റെക്കോർഡ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ആളാണ് സ്പീഡ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി നമുക്ക് ഈ ബോസ് അല്ലെങ്കിൽ ലീഡറിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ ഗ്യാങ് ബോസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഗ്യാങ് ബോസിൻ്റെ ഡ്യൂട്ടി പ്രൊവൈഡിങ് ദ നെസസറി മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ടു എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഗ്യാങ് ബോസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ എന്തുണ്ട്? സ്പീഡ് ബോസ്. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു എന്താണ്? ടൈം ഫോർ ദ ജോബ്, അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സ്പീഡ് ബോസ് എന്ന് പറയുന്നത്. റിപ്പയർ ബോസ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളിനെയാണ് നമ്മൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഓരോരോ സൂപ്പർവിഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ടൈലറാണ്, FW ടൈലർ. ഓക്കെ, next question, an organization structure is effective if it enables individuals to contribute the objective of enterprise. This is known as എന്തായിരിക്കും? സ്കെലാർ പ്രിൻസിപ്പിൾ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്, നൺ ഓഫ് ദി അബോവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇതൊരു പ്രിൻസിപ്പിളാണ്, ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നോക്കിയേ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എഫക്റ്റീവ് ഇഫ് ഇറ്റ് എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു കോൺട്രിബ്യൂട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻ്റർപ്രൈസ്. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ പ്രിൻസിപ്പിളിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പറയുന്ന ഒരു കാര്യമാണ് ഇത്, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്ത് വരും? പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. സ്കെലാർ പ്രിൻസിപ്പിൾ വേറെയാണ്, എന്താണ്? അതോറിറ്റി
ഫ്ലോ അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഹയറാർക്കി ഉണ്ടാക്കുന്നതാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കെലാർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഷൻ ഓഫ് വർക്ക്, അതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് ദ കറക്റ്റ് ലോജിക്കൽ ഓർഡർ ഓഫ് മാനേജറിയൽ ഫങ്ഷൻ? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് ഒരു ഫ്ലോ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് പ്രഡിക്ഷൻ നമുക്ക് വേണമല്ലോ. അതുപോലെ തന്നെ നിലവിലുള്ള കാര്യങ്ങളെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും എന്താണ് മാനേജീരിയൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്കും ഉള്ള ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. അതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. അതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഒരു ഓർഡറിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ പല ആക്ടിവിറ്റീസ് ക്ലബ് ചെയ്ത് കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതിനെല്ലാം ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതായത് ആക്ടിവിറ്റി ആക്കി മാറ്റി, അതായത് ഒരേ ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ അതിനൊരു സീക്വൻസ് അല്ലെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റാഫിങ്, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, സ്കിൽഫുള്ളായിട്ടുള്ള ലേബേഴ്സ് വേണം. അപ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് സ്റ്റാഫിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ അവരുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക, അവരെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഇതിൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ഇനി റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെ കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുക. ഇതൊക്കെയാണ് കൺട്രോളിനകത്ത് വരുന്നത്. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷനിൽ ശരിക്കും പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റികളെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരിക. അതായത് ഒരു ടീം വർക്കായിട്ട് ചെയ്താൽ മാത്രമേ എന്താണ് ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ടിവിറ്റി എഫക്റ്റീവായെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ മാനേജ്മെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എന്താണ് വരുന്നതെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലാനിങ്ങിൽ എന്താണ്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യും, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറേ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസേഴ്സാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഓർഗനൈസിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ഇതിനെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, അതിനൊരു ഓർഡർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസ്. സ്റ്റാഫിങ്ങിൽ പറഞ്ഞതുപോലെ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ഇതൊക്കെ വരും. ഡയറക്റ്റിങ്ങിൽ എന്താണ്, മോട്ടിവേറ്റ് ചെയ്യുക, അതിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. കറക്റ്റീവ് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഏതാണ് ഡയറക്റ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ, ഇതൊക്കെ കൺട്രോളിങ്ങിനകത്ത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Decentralization and delegation are closely interrelated. Delegation and decentralization both desirable. Decentralization is not suitable for large organization. Delegation is not possible in the case of small organization. അപ്പോൾ ഇതിൽ
ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതോറിറ്റി നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്യൂ ടു ഹെവി ബേർഡൻ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ അതോറിറ്റി മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുത്തോ അപ്പോൾ അവിടെ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാൾ, ആ ആൾ എന്ത് ചെയ്യുകയാണ്, അയാളുടെ അതോറിറ്റി മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ലീഡർഷിപ്പ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രലൈസ്ഡ് ആയിട്ടിരുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഡീസെൻട്രലൈസേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ ആർ ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. ശരിയല്ലേ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വന്നാൽ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ബോത്ത് ഡിസൈറബിൾ. ശരിയാണ്. കാരണം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും താഴെയുള്ള എംപ്ലോയീസിന് ആ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം അവർക്ക് അങ്ങനെ ചെയ്യുന്നത് വഴിയാണ് അവരെ എക്സ്പേർട്ട് ആക്കുക, അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് ഒരു അതോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ അവരെ എക്സ്പേർട്സ് ആക്കാനും ഇത് ഉപകരിക്കും. അപ്പോൾ ഇത് രണ്ടും ഡിസൈറബിൾ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡീസെൻട്രലൈസേഷൻ, നമ്മൾ ഡെലിഗേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? ഡെലിഗേഷൻ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഡീസെൻട്രലൈസേഷനും ഉണ്ട്. ഡെലിഗേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് സ്മോൾ ഓർഗനൈസേഷൻ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ് ലിങ്ക്ഡ് ടു. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ മാനേജീരിയൽ പ്ലാനിങ്. ഒരിക്കലും ആ പ്ലാനിങ് ആക്ടിവിറ്റിയിലൊന്നും ഉള്ള ആ ഒരു അതോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ഓൾറെഡി ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അതോറിറ്റി ഡെലിഗേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് കൺട്രോളാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് കൺട്രോൾ. അതുപോലെ തന്നെ ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ളതും എന്തിൻ്റെ പർപ്പസാണ്? ഈ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഒരു പർപ്പസിൽ വരുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഈസ് നോൺ ആസ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോർഡിനേഷനാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഉള്ള എല്ലാ ഫങ്ഷൻസിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് വരാത്തത് ഏതാണ്, അല്ലെ പ്ലാനിങ്ങിൽ ഇതിൽ റോങ് ആയിട്ടുള്ള ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാനിങ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. കാരണം പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആണ്. കാരണം എന്താണ്, ഇതിൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള, കോൺസെപ്റ്റ് വൈസ് ഒരു ടാസ്ക് അത് നമുക്ക് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. പ്ലാനിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അത് തെറ്റായിട്ടുള്ളതല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഒരിക്കലും ഓപ്പറേഷൻ ലെവലിലല്ല എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റിംഗ് ആണ്. അപ്പോൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി കൂടെ നോക്കിയാൽ പ്ലാനിങ് ഈസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റീവ്സ്. അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് ആണ്. പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. അതായത് ലുക്കിംഗ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ് ഫോർവേഡ് ലുക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ്. എന്തായിരിക്കും? സ്പെഷ്യലൈസേഷൻ ആണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു കീ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ്. സ്റ്റാഫിങ്ങിൽ വരുന്ന എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ട്രെയിനിങ്, അപ്രൈസൽ, പ്ലേസ്മെൻറ്റ്, ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ്. അപ്പോൾ ഇതിൽ ട്രെയിനിങ് കൊടുക്കുക, അപ്രൈസൽ,
പ്ലേസ്മെൻറ്റ് റിക്രൂട്ടിങ്ങിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് ആദ്യത്തെ 3 എണ്ണവും. പക്ഷെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1, 2, 3 ഇത് 3ഉം കറക്റ്റാണ്. സ്റ്റാഫിങ്ങിൽ വരുന്ന ആക്ടിവിറ്റികളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈൽ ഡെലിഗേറ്റിംഗ് എ സുപ്പീരിയർ ഡെലിഗേറ്റ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം എന്തൊക്കെയാണ് സുപ്പീരിയർ എന്തൊക്കെയാണ് അതിൽ ബോട്ടം ലെവലിലേക്ക് കൊടുക്കുന്നത്? അതോറിറ്റി മാത്രമാണോ? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ആണോ? ഓപ്ഷൻ സി എന്താണ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ദെൻ ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അവിടെ അദ്ദേഹം അതോറിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതോറിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നില്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ടോപ്പ് മാനേജ്മെൻറ്റിനേക്കാൾ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിനാണ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ. ശരിയല്ലേ? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൻസറബിലിറ്റിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു എന്ന് ടോപ്പ് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുക. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല. ആകെ എന്ത് മാത്രമേ ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളൂ? അതോറിറ്റി മാത്രമേ അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഇന്ന്